ഇവിടെ നമ്മളൊരു പ്രോബ്ലം ചെയ്യുവാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു പ്രോബ്ലം. രാജു മേക്സ് 60% ഓഫ് ഹിസ് ഫ്രീ ത്രോ അറ്റംപ്റ്റ്സ്. ഹി ഷൂട്ട്സ് 12 ഫ്രീ ത്രോസ്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഹി മേക്സ് എക്സാക്ട്ലി 10? എന്ന് പറഞ്ഞാൽ രാജു 12 ഫ്രീ ഷോട്ട് ഇടും. ഒരു ഫ്രീ ഷോട്ട് പോക്കറ്റ് ചെയ്യാനുള്ള സാധ്യത 60% ആണ്. അങ്ങനെയാണെങ്കിൽ രാജു 12 ഫ്രീ ഷോട്ട് നടത്തുമ്പോൾ എക്സാക്റ്റ് ആയിട്ട് 10 ഷൂട്ട് ബാസ്കറ്റ് ചെയ്യാനുള്ള സാധ്യത, പോക്കറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ്. അപ്പോൾ ഇവിടെ n = 12 ആണ്. n = 12. p = 0.6. അപ്പോൾ q എത്രയായിരിക്കും? q = 1 - p ആയിരിക്കും. അപ്പോൾ q = 0.4 ആണ്. ഇതാണ് നമ്മൾ ഈ പൈത്തൺ പ്രോഗ്രാം ഉപയോഗിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമിങ് നമുക്ക് നോക്കാം. അല്ലെ, പ്രോഗ്രാമിങ്ങിൽ ഇതാ ഫ്രം scibye.stats import binom. അപ്പോൾ സയൻറ്റിഫിക് പൈത്തണിൽ നിന്നും ആ പാക്കേജിൽ നിന്നും സ്റ്റാറ്റ്സ് എന്ന് പറയുന്ന മൊഡ്യൂളിലെ ബൈനോമിയൽ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് എടുക്കുന്നത്. അതാണ് ഫസ്റ്റ് പ്രോഗ്രാം. ദെൻ a = ബൈനോം ഡോട്ട് പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ. ഇവിടെ k = x = 10 ആണ് കാണേണ്ടത്. k = 10 ആണ് കാണേണ്ടത്. n = 12, p = 0.6. ഇതാണ് രണ്ടാമത്തെ ഇത്. ഇനി നമുക്ക് a ആണ് കാണേണ്ടത്. പ്രിന്റ് the probability that he makes exactly 10 = a. ഇതാണ് മൂന്നാമത്തെ എൻ്റെ കോഡ്, ഈ 3 കോഡ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് x = 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12c10 p ആണ്. p^10 q^0.2 ആണ്. അപ്പോൾ അത് എത്രയാണ് കിട്ടുക? അത് നമുക്ക് കിട്ടുന്നത് 0.06385. അപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ദ പ്രോബിലിറ്റി ദാറ്റ് ഹി മേക്സ് എക്സാക്ട്ലി 10. ദ പ്രോബിലിറ്റി ദാറ്റ് ഹി മേക്ക് എക്സാക്ട്ലി 10 = ഇതാണ് ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. രവി ഫ്ലിപ്സ് എ ഫെയർ കോയിൻ 5 times. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ കോയിൻ ലാൻഡ്സ് ഓൺ ഹെഡ്സ് 2 times ഓർ ഫ്യൂവർ? അപ്പോൾ രവി 5 പ്രാവശ്യം ഒരു കോയിൻ ടോസ് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ 2 or 2 താഴെയോ ഹെഡ്സ് കിട്ടാനുള്ള സാധ്യത. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് x <= 2 അതാണ് വേണ്ടത്, അതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ എത്രയാ? നമുക്ക് n = 5 times ആണ് കോയിൻ ടോസ് ചെയ്യുന്നത്. n = 5, p = 0.5. അങ്ങനെയാണ് q = എന്തായിരിക്കും? q = 1 - p = 0.5 ആണ് q. ഫോർമുല എന്താ? ഒരു പ്രാവശ്യം r ടൈംസ് n = 5, p = 5, r ടൈംസ് സക്സസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്താ? NCR p⁻r q⁻n - r. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താ? ഇതാണ് r ടൈംസ്. ഇവിടെ ആറിന് പകരം 0 ഇട്ടാൽ 0 ഹെഡ് കിട്ടാനുള്ള സാധ്യത, ആറിന് പകരം 1 ഇട്ടാൽ 1 ഹെഡ് കിട്ടാനുള്ള സാധ്യത, ആറിന് പകരം 2 ഇട്ടാൽ 2 ഹെഡ് കിട്ടാനുള്ള സാധ്യത. അതാണ് നമുക്ക് കാണേണ്ടത്. 0, 1, 2, 3 ഹെഡ് കിട്ടാനുള്ള സാധ്യതയാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് കാണേണ്ടത് പ്രോബിലിറ്റി ഓഫ് x <= 2 0 ഹെഡ് കിട്ടാനുള്ള സാധ്യത പ്ലസ് 1 ഹെഡ് കിട്ടാനുള്ള സാധ്യത പ്ലസ് 2 ഹെഡ് കിട്ടാനുള്ള സാധ്യത. ഇത് മൂന്നും കൂടെ കൂട്ടുന്നതാണ്. ഇത് മൂന്നും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കൂട്ടിക്കഴിഞ്ഞാൽ 0.5 ആണ് കിട്ടുന്നത്. അപ്പം
നമ്മുടെ ഇതിൻ്റെ കോഡ് എങ്ങനെയാണ് വരിക? നേരത്തെ എഴുതിയല്ലേ, ഫ്രം സൈബൈ ഡോട്ട് സ്റ്റാർസ് ഇമ്പോർട്ട് ബൈനോം. അടുത്ത കോഡ് ബി ആണ് കണ്ടുപിടിക്കുന്നത്. ബൈനോമിയൽ നേരത്തെ PMF ആണ്. ഇത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ആണ്. K = 2 വരെയുള്ളതാണ് കാണേണ്ടത്. എന്ന് പറഞ്ഞാൽ 0ക്കുള്ള 0 സക്സസ്, 1 സക്സസ്, 2 സക്സസ്. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ K = 2, N = 5, P = 0.5. ഇതാണ് അതിൻ്റെ കോഡ്. രണ്ടാമത്തെ ലൈൻ കോഡ് ഇതാണ് വരുന്നത്. B ഇതാണ്. B = ബൈനോം ഡോട്ട് CDF, K = 2, N = 5, P = ഇത് ഇവിടെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് നോക്കുന്നത്. അത് നിങ്ങൾ മാറുന്ന പോലെ അതെ, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. K = നേരത്തെ നമ്മൾ PMFM പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ആയിരുന്നു. എന്നിട്ട് നമ്മൾ അടുത്ത കോഡ് പ്രിന്റ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ കോയിൻ ലാൻഡ്സ് ഓൺ ഹെഡ് 2 times or fewer = B കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ആൻസർ. ദ പ്രോബിലിറ്റി ദാറ്റ് ഇതാണ്, ദ കോയിൻ ലാൻഡ്സ് ഓൺ ഹെഡ്സ് 2 times or fewer = 0.5. ഇത് ആൻസർ കിട്ടും. ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ.